പാറോമേ, ചേട്ടൻ വന്നു. ചായ. വെള്ളം തിളച്ചില്ല കുഞ്ഞെ. അതെന്ത് പറ്റി? സ്റ്റൗ അങ്ങോട്ട് ശരിക്ക് കത്തുന്നില്ല. സാർ, ഈ കുഞ്ഞിനെ വണ്ടിയിൽ നിന്ന് കിട്ടിയതാ. ഇതിന്റെ അമ്മയെ കാണുന്നില്ല. ഞാൻ എന്ത് ചെയ്യണം? സാർ എന്തിനാ ഇതിനെ എടുക്കാൻ പോയത്? അവിടെ ഇട്ടിട്ട് വരാൻ മനസ്സ് വന്നില്ല. ഒരുപക്ഷെ ഇതിന്റെ അമ്മ അന്വേഷിച്ചു വന്നാൽ നല്ല ശിക്ഷയായി. അവൾ അപ്പഴേ സ്ഥലം വിട്ടു കാണില്ലേ? സാർ ഇത്ര ശുദ്ധനായി പോയല്ലോ. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? പോകുന്ന വഴിക്കല്ലേ പോലീസ് സ്റ്റേഷൻ, അവിടെ കൊടുത്തിട്ട് പോണം. സുജാത കുഞ്ഞെ, സാറ് വന്നു തോന്നുന്നു. അതൊക്കെ പറയാൻ നീ കുഞ്ഞിനൊന്ന് പിടി. ഞാൻ ഡ്രൈവർക്ക് പൈസ കൊടുക്കും. എത്രയാ? 20. വാ. ഇനി അവനെങ്കിതാ. ഈ കുഞ്ഞ് ഏതാണെന്ന് പറഞ്ഞില്ലല്ലോ. നീ പോയി ചായയിലൊരു ചായ കൊണ്ടുവാ. അത് കുടിച്ചിട്ട് പറ. ചെല്ല്. കുഞ്ഞേ, ഇതാണ് എന്റെ വീട്. നിന്നെ അന്വേഷിച്ച് ആരും വന്നില്ലെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ കൂടാം. എന്താ? സാറ് കൊണ്ടുവന്ന ആ കുഞ്ഞേതാ? എനിക്ക് അറിഞ്ഞൂടാ. ചായ. മിടുക്കൻ കുഞ്ഞല്ലേ. ആരുടെ കുട്ടിയാണിത്? ആർക്കറിയാം. ഇതിനെ ചേട്ടൻ എവിടുന്ന് കിട്ടി? ട്രെയിനിൽ നിന്ന്. ട്രെയിനിൽ നിന്നോ? അതെ, എന്റെ കമ്പാർട്ട്മെന്റിൽ നിന്ന്. നിങ്ങളുടെ കൂട്ടുകാരൻ ഒരു കുഞ്ഞിനെ കൊണ്ടുവന്നിരിക്കുന്നു. ആര്? അപ്പുറത്തെ പ്രകാശ്. പ്രകാശനോ? അയാൾ വന്നോ? വന്നു മാത്രമല്ല, പെട്ടി പ്രമാണത്തിന്റെയും കൂടെ ഒരു കുഞ്ഞിനെ പാർസൽ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. കുഞ്ഞോ? ചേട്ടാ, ഏത് കുഞ്ഞ്?
എങ്ങോട്ടാ? അവിടെ ഇരുന്നേ ആ അരിയുടെ കല്ല് പെറുക്കി തീർന്നിട്ട് പോയാ മതി. എടി ഒന്നുമില്ലെങ്കിലും ഞാനൊരു ട്യൂട്ടർ അല്ലേ. ട്യൂട്ടർ വാസുദേവന്മാർ അദ്ദേഹം അരിയുടെ കല്ല് പെറുക്കിന്ന് വെച്ച് കയ്യിലെ വളയൊന്നും ഊരി പോകില്ല. എന്ത് ചെയ്യാം, ഞാൻ നിന്റെ ഭർത്താവായി പോയില്ലേ. ചേട്ടൻ എന്തിനാ ഇതിനെ എടുത്തോണ്ട് പോകുന്നത്? നീ എന്തായി പറയുന്നേ? ആരോരുമില്ലാതെ കിടന്ന് ഈ കുഞ്ഞിനെ ഉപേക്ഷിച്ചിട്ട് പോരാൻ എനിക്ക് മനസ്സ് വന്നില്ല. ആ സ്ത്രീ ഇതിനെ ഉപേക്ഷിച്ചതല്ലെങ്കിലോ? അന്വേഷിച്ചു വരട്ടെ, അപ്പോഴും കൊടുക്കും. ചേട്ടൻ ഈ കുഞ്ഞിനെ എടുത്തോണ്ട് പോകുന്നത് തെറ്റായിപ്പോയെന്നാ എനിക്ക് തോന്നുന്നത്. ശരിയാണെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ടാണ് ഞാൻ എടുത്തോണ്ട് പോകുന്നത്. എന്നോട് പിണങ്ങിയോ? നമുക്കതിനെ കളയാം. കടലിലോ ഓടയിലോ കുറ്റിക്കാട്ടിലോ എവിടെന്ന് വെച്ചാ പറ, കൊണ്ട കളഞ്ഞേക്കാം. ഇങ്ങനൊരു ദേഷ്യമുണ്ടോ? ഞാൻ വെറുതെ പറഞ്ഞതല്ലേ. നമുക്ക് ഇവനെ വളർത്താം. ചേട്ടൻ കുളിച്ച ഡ്രസ് മാറും. എന്താ സാറേ ഇത്ര ഗൗരവം? ഒന്ന് ചിരിക്കുന്നേ. പച്ചക്കടലി കുലകൾക്കിടയ്ക്കിടെ മെച്ചത്തിൽ നന്നായി പഴുത്ത പഴങ്ങളും. അച്ഛാ, ഈ പച്ചക്കടലി കുലകൾക്കിടയ്ക്കിടെ എന്ന് വെച്ചാ എന്താണ് അർത്ഥം? അച്ഛന്റെ വിഷയം സുവോളജിയാണ് മോളെ. എങ്കിലും പറഞ്ഞുതരാം. പച്ചക്കടലി കുലകൾക്കിടയ്ക്കിടെ എന്ന് വെച്ചാൽ പച്ചക്കടലിക്കുലയിൽ കാറ്റ് വന്നടിക്കുമ്പോൾ ആ വാഴയിലുള്ള ഇലകൾ കിടേ കിടേ എന്ന് ശബ്ദിക്കുന്നു എന്നർത്ഥം. നമ്മൾക്ക് മനസ്സിലായോ? ആ പോയിരുന്ന് പഠിക്ക് ചെല്ല്. അങ്ങനെ സുജാതേ, എന്താ ചേട്ടാ? പാലിരിപ്പില്ലേ? ഉണ്ട് ചേട്ടാ. അല്പം പാലെടുത്തോണ്ട് വാ, കുഞ്ഞിന് കൊടുക്കാം. വിശക്കുന്നുണ്ടോടാ? സാറ് കുടിച്ച് ശീലിച്ച പാല് ഇവിടെ കിട്ടാൻ ഒരു രക്ഷയില്ല. അതുകൊണ്ട് നമുക്ക് ഇന്ന് മുതൽ പശുവും പാലായിക്കളെ. എന്താ? ചേട്ടാ പാല് ആ കുഞ്ഞിനോട്. എങ്ങനെ കൊടുക്കുന്നത്? കുടിച്ച ഓർമ്മയില്ലെങ്കിലും കുടിപ്പിച്ചത് കണ്ടിട്ടെങ്കിലും ഇല്ലേ നീ? അയ്യോ, എന്താ ഇത്? വീർന്ന് കാട്ടുന്നു. തൽക്കാലം നമുക്ക് സാറിന് സ്പൂണിൽ കോരി കൊടുക്കാം. നീ ഒരു സ്പൂൺ എടുത്തോടാ. വാസുദേവൻ നായർ സാർ അയൽവാസിയല്ലേ? അപ്പൊ സത്യം സാറിന് അറിയാമല്ലോ. ട്രാൻസ്ഫർ വാങ്ങി വരുന്ന വഴി തീവണ്ടിന്ന് കിട്ടിയെന്നാ പറഞ്ഞത്. എനിക്കതേ അറിയാവൂ. നമ്മളൊക്കെ യാത്ര ചെയ്യുന്നല്ലേ സാറേ, എന്നിട്ട് നമുക്ക് ആർക്കും കുഞ്ഞുങ്ങളെ കിട്ടുന്നില്ലല്ലോ. പ്രകാശൻ എന്നോട് പറഞ്ഞ വിവരമാണ് ഞാൻ പറഞ്ഞത്. സാറേ, അതിന്റെ തള്ളയെ നിങ്ങൾ കണ്ടോ? എവിടെ കാണാൻ? ഒരാഴ്ചയെ ഞാനും എന്റെ ഭാര്യയും കൂടി കാത്തിരിക്കുക. ഇതുവരെ ഒറ്റെണ്ണം പോലും കുഞ്ഞിനെ തിരക്കി വന്നിട്ടില്ല. ഈ പ്രകാശൻ ആള് മഹാവേന്ദ്രനാ. അതയാളുടെ മുഖം കണ്ടാൽ അറിയില്ലേ? ഒരു കാര്യം ഞാൻ പറയാം, പ്രകാശൻ ആൾ എന്ത് തരക്കാരനായിരുന്നാലും പഠിപ്പിക്കാൻ ഏവിള. Come on, tell me what's your doubt? ഓസ്മോസിസ് എടുക്കുമ്പോൾ എന്തുകൊണ്ടാണ് അതിലെ സോൾവെന്റ് മാത്രം ഒരു സൊല്യൂഷനിൽ നിന്നും മറ്റൊരു സൊല്യൂഷനിലേക്ക് കടക്കുന്നത്? അത് സോളിഡ് മോളിക്യൂൾസിനേക്കാൾ ചെറുതാണ് സോൾവെന്റ് മോളിക്യൂൾസ്, അതുകൊണ്ടാണ്. താങ്ക് യു സർ. ഏതായാലും സ്വന്തം കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് സുജാതയ്ക്ക് ഒരു പരിശീലനമായല്ലോ. സുജാത കുഞ്ഞ് ഒരു കുഞ്ഞിക്കാലി കാണാൻ വേണ്ടി കേറി ഇറങ്ങാത്ത അമ്പലമുണ്ടോ? ഓരോത്തികൾ ഇതേ പെറ്റതിനെ വലിച്ചെറിഞ്ഞേച്ചു പോയിരിക്കുന്നു. ഇതിനെ ഇനി എന്ത് ചെയ്യാനാ പരിപാടി? ഇവിടെ തന്നെ വളർത്തണമെന്നാണ് ചേട്ടന്റെ തീരുമാനം. ഒന്നുകൂടെ ആലോചിച്ചിട്ട് തീരുമാനിക്കുന്നതാ നല്ലത്. ആട്ടെ, താൻ ഈ ദിവസം കുളിച്ചോ? എന്താ ഇത്ര താമസം? ഓ, അതിൽ കാര്യമൊന്നുമില്ല. ഞാൻ എന്റെ 38ാമത്തെ വയസ്സിലാ കന്നിപ്പേറ് പറ്റത്. അമ്മയെ അച്ഛൻ വിളിക്കുന്നു. ചേടാ, ഇച്ചിരി നേരം സ്വൈര്യമായിട്ടിരിക്കാൻ സമ്മതിക്കില്ലല്ലോ. ഹായ്, ഈ കൊച്ചേതാ? ആ, അതെ, ഇന്നലത്തെ മഴയത്ത് ആകാശത്തുനിന്ന് വീണ് കിട്ടിയതാ. എന്നിട്ട് ഞങ്ങളുടെ വീട്ടിൽ വീണിട്ടില്ലല്ലോ. പറമ്പിലൊക്കെ പോയി നോക്ക്, അവിടെങ്ങാനും വീണ് കിടപ്പുണ്ടാവും. വാടി, നമുക്ക് പോയി നോക്കാം. സുജാതെ, ഞാൻ പോകുന്നു.
കുഞ്ഞെന്തെടുക്കുന്നു? ഉറങ്ങുന്നു. വാ. ഇത് മുലക്കുപ്പി. ഇത് കുഞ്ഞിന് കലയ്ക്ക് കൊടുക്കാനുള്ള മിൽക്ക് ഫുഡ്. മനസ്സിലായോ? വേഗം കലയ്ക്കുണ്ടോ? മോനെ, നിനക്ക് വിശക്കുന്നുണ്ടടാ? അമ്മ ഇപ്പം പാല് കൊണ്ടുവരും. വച്ച് കുടിക്കാം കേട്ടോ. അല്ല കുഞ്ഞെ, അതിനെ എന്നും കുഞ്ഞു ഇവിടെ തന്നെ വളർത്താൻ പോവാന്നു. അതിനെന്താ കുഴപ്പം? ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. പിന്നെ എത്രയായാലും അന്യവള് പെറ്റതല്ലേ. മുലപ്പാല് കുടിച്ച സ്നേഹം അതിന് കാണുമോ? തിരിച്ചറിവാകുമ്പോ കുണ്ടിയിലെ പൊടിയും തട്ടി അത് അതിന്റെ പാട്ടിന് പോകും. അപ്പൊ വളർത്തിയവർക്ക് കൂലി ഒലക്ക. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇവൻ ഞങ്ങളുടെ കുട്ടിയാണ്, ഈ വീട്ടിലെ കുട്ടി. ഇവനെ പറ്റി ഇതുപോലെ ഇനി എന്തെങ്കിലും പറഞ്ഞ അന്ന് ഞാൻ നിങ്ങളെ പുറത്താക്കും. അയ്യോ സാറേ, ഞാൻ മനസ്സിൽ ഒന്നും വെച്ചോണ്ട് പറഞ്ഞതല്ല. നിഷ്കളങ്കമായ ഈ മുഖം കണ്ടാൽ ആർക്കെങ്കിലും ഇവനെ വെറുക്കാൻ കഴിയോ സുജാതെ? ആരുടെ കുഞ്ഞാണെന്ന് അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ് പാറുവമ്മ അങ്ങനെ പറഞ്ഞത്. ആരുടെ കുഞ്ഞായാലെന്താ? ഇവൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല സുജാതെ, ഞാൻ കുഞ്ഞായിരിക്കുമ്പോ എന്റെ അച്ഛനും അമ്മയും എനിക്ക് നഷ്ടപ്പെട്ടു. നാണമ്മാവൻ അന്ന് എന്നെ എടുത്ത് വളർത്തിയില്ലായിരുന്നെങ്കിൽ ഞാനും ഇവനെ പോലെ അനാഥ കുഞ്ഞാകുമായിരുന്നു. അച്ഛനും അമ്മയും ഇല്ലാത്തതിന്റെ ദുഃഖം അനുഭവിച്ചവനാണ് ഞാൻ. എന്നോട് നിനക്ക് സ്നേഹമുണ്ടെങ്കിൽ ഈ കുഞ്ഞിനെ ഒരിക്കലും നീ വെറുക്കരുത്.